എത്തിയോ? മോളുണ്ടായിരുന്നു ഇന്ന് കടയില്? അതോ നാട്ടുകാരെ സഹായിക്കുന്ന പേരില് അവള് മുങ്ങി നടക്കുമായിരുന്നോ? നിനക്കെന്താ എന്തു? അവൾ അവളാൽ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതാണോ നിന്റെ പ്രശ്നം? മറ്റുള്ളവരുടെ കാര്യത്തില് അവക്ക് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അവള് നമ്മുടെ ഈ അവസ്ഥ മനസ്സിലാക്കി വേണ്ടത് ചെയ്യുമായിരുന്നല്ലോ. അതിന് അവൾ എന്ത് ചെയ്തില്ലെന്ന് നീ പറഞ്ഞു വരുന്നത്? സുരട്ടാ, നിങ്ങൾ വെറുതെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ നിൽക്കല്ലേ. ഗഗന്റെ കാര്യം നിങ്ങൾ അവളോട് സൂചിപ്പിച്ചതാണേ. എന്നിട്ട് അവൾ അതിന് പുല്ല് വിലയെങ്കിലും കൽപ്പിച്ചോ? നിങ്ങൾ നിർബന്ധിച്ചില്ലെങ്കിൽ കൂടി ഇത്രയും നാളും പോറ്റി വളർത്തിയ നമുക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗം മുന്നിൽ തെളിഞ്ഞപ്പോ അവൾ അതിന് സഹകരിക്കുമല്ലേ വേണ്ടേ? ഓ, ഇപ്പൊ അതാണോ നിന്റെ പ്രശ്നം? എങ്കിൽ കേട്ടോ, അവളെ ഗഗന്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിച്ചിട്ട് ഒരു രക്ഷപ്പെടൽ നമുക്ക് വേണ്ട. അത് ദേവൂട്ടിയുടെ തീരുമാനമല്ല, എന്റെ സ്വന്തം തീരുമാനാ. നിങ്ങൾ മോളുടെ സൈഡും പിടിച്ചു നിന്നോ. ഒടുവില് കടയും വീടും എല്ലാം കൂടി അവൻ കക്ഷത്തെ തിരുവി കൊണ്ടുപോകുമ്പോ നിങ്ങൾ പഠിച്ചോളൂ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇത്രയും ദാരുണമായ ഒരു അവസ്ഥയെന്ന് തിരിച്ചു വരാൻ നമ്മളെ സഹായിച്ചത് സാക്ഷാൽ മൂകാംബിക ദേവിയാ. ഗഗന്റെ കാര്യത്തിലും എന്റെ മൂകാംബിക അമ്മ എന്നെ കൈവിടത്തില്ല, അതെനിക്ക് ഉറപ്പാ. ആ ഉറപ്പും കൊണ്ടിരുന്നോ. ഒടുവിലെല്ലാം കയ്യിന്ന് പോകുമ്പോ നെഞ്ചത്തടിച്ച് നിലവിളിക്കേണ്ടി വരും. ഇനി അങ്ങനെയാണ് വിധിയെങ്കില് അതും നമ്മൾ അനുഭവിച്ചല്ലേ പറ്റൂ. ദേന്തു, ഞാനിപ്പോ അതേക്കുറിച്ചൊന്നും അല്ല ആലോചിക്കുന്നത്. ആ സന്ദീപില്ലേ, അയാൾ ഇന്നെ വിളിച്ചിരുന്നു. അയാൾ എന്തിനാ അച്ഛനെ വിളിച്ച്? അയാൾ അമ്മയും മുത്തശ്ശിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടത്രേ. എല്ലാവരെയും കാണണമെന്ന് പറഞ്ഞിരിക്കാം. അല്ല, അയാള് വരുന്നത് നമ്മളെ കാണാനാണോ? മൂകാംബിക ദർശനത്തിനായിട്ടാണ് അവര് വരുന്നത്. കൂട്ടത്തിൽ നമ്മളെയും കാണണമെന്ന് പറഞ്ഞു. അതെന്തിനാ? ഇനിയിപ്പോ ദേവൂട്ടിയുടെ കാര്യമുള്ളതും? ഏയ്, അതൊക്കെ പണ്ടേ സംസാരിച്ചു കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അയാളുടെ കല്യാണം ഉറപ്പിച്ചെന്നൊക്കെയാ കുമാരേട്ടൻ പറഞ്ഞറിഞ്ഞത്. പാവം, ദേവൂട്ടിക്ക് അയാളെ വീണ്ടും കാണേണ്ടി വരുന്നതിൽ നല്ല സങ്കടമുണ്ട്. അതിനെന്തിനാ അവള് സങ്കടപ്പെടുന്നേ? ആ ചെറുപ്പക്കാരൻ അവളെ തന്നെ കല്യാണം കഴിക്കുന്നാണോ അവള് വിചാരിച്ചിരിക്കുന്നേ? അല്ല കഥ. അവരുടെ ചുറ്റുപാട് വെച്ച് നോക്കുമ്പോ ഇവക്ക് അയാളെ പോലെ ഒരുത്തനെ സ്വപ്നം കാണാനുള്ള യോഗ്യത പോലും ഇല്ല. അത് മനസ്സിലാക്കാതെ ചുമ്മാ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. മറുപടി അമ്മേ, എന്നാലും അവരിങ്ങോട്ട് വരുന്ന കാര്യം എന്തിനാ അയാൾ അച്ഛനെ വിളിച്ചു പറഞ്ഞേ? അതാ എനിക്കും മനസ്സിലാവാത്തത്. എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട്. എന്തായാലും അവര് വരട്ടെ. പറ്റിയ അവരുടെ ഈ വരവുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. അതെന്താ? അതൊക്കെ പറയാം. ആദ്യം അവരിങ്ങോട്ടൊന്ന് വന്നോട്ടെ. എന്റെ മനസ്സില് ചില പദ്ധതികളൊക്കെ തെളിയുന്നുണ്ട്. ഏതായാലും വാസുകി ഡോക്ടർക്ക് ആ സമയത്ത് ഇങ്ങോട്ട് വരാൻ തോന്നിയത് ശിവപ്രിയയ്ക്ക് തുണയായി, അല്ലേ ദേവൂട്ടി? ദേവൂട്ടി പറഞ്ഞത് ശരിയാ. ദേവി തന്നെയാവും ആ സമയത്ത് അദ്ദേഹത്തെ ഇങ്ങോട്ട് അയച്ചത്. പറയാതെ പോയതിന് മോളെന്തിനാ ഡോക്ടറോട് പരിഭവിക്കുന്നത്? പറയാതെ ആണ് പോയതെങ്കിലും അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമ്മാനം കൊടുത്തിട്ടല്ലേ ഡോക്ടർ പോയത്? എന്താ ദേവൂട്ടി, എന്തു പറ്റി? അത് വെറുതെ. എന്നോട് പറയാത്ത എന്തോ ഒരു കാര്യം നിന്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. എന്താ അത്? എന്താണെങ്കിലും എന്നോട് പറയൂ.
അച്ഛനെ കുറിച്ച് ഓർത്താണോ നീ സങ്കടപ്പെടുന്നത്? അച്ഛനിപ്പോ കുഴപ്പമൊന്നും ഇല്ലല്ലോ. അയ്യ, ഉം, ഉം, ഏ, ഉം, ഏ, മ, ഏ, മ, ഏ, ഉം, അയ്യ, ഏ, ഏ, ആഹാ, അത് കൊള്ളാലോ. നിന്നെ വിവാഹം ചെയ്തു കൊടുത്താൽ ഗഗന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുവോ? ഗഗന്റെ കാര്യോർത്ത് നീയും അച്ഛൻ ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. അയാൾക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതെന്താ ദേവൂട്ടിയുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന മറ്റൊരു കാര്യം? പറയുന്നേ, ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. ഓ, സന്ദീപും അമ്മയും ഇങ്ങോട്ട് വരുന്നുണ്ടോ? അതിനെന്താ, അവര് വന്നോട്ടെ, അതൊരു നല്ല കാര്യല്ലേ. സന്ദീപിന്റെ ഈ വരവ് ചിലപ്പോ നിന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പൊ അതേപ്പറ്റിയൊക്കെ ആലോചിച്ച് ദേവൂട്ടി വേവലാതിപ്പെടണ്ട. നോക്കൂ കുട്ടി, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും. അതിനെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. അതുകൊണ്ട് വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. എല്ലാം ഭംഗിയായി ധൈര്യത്തോടെ നേരിടാനുള്ള മനക്കരുത്ത് തരാൻ ദേവിയോട് പ്രാർത്ഥിക്കുക. അതാണ് ദേവൂട്ടി ഇപ്പൊ ചെയ്യേണ്ടത്. എന്റെ ദൈവമേ, അയാള് വീണ്ടും എത്തിയല്ലോ. അതെ, ആ ഗഗൻ വന്നിട്ടുണ്ട്. അയാളോട് ഇനി എന്ത് സമാധാനം പറയാൻ പോന്നേ? നമസ്കാരം അങ്കിളെ. ഇതുവഴി പോയപ്പോ വെറുതെ ഒന്ന് കേറിയതാ. ഞാനും ഗഗനെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അങ്കിൾ ആലോചിച്ചോ? എന്നിട്ട് എന്തായി തീരുമാനം? ഞാൻ പറയുന്നതുകൊണ്ട് വിഷമം തോന്നരുത്. ആ ബന്ധം നടക്കില്ല. ദേവൂട്ടിക്ക് അതില് താല്പര്യമില്ല. അവളുടെ താല്പര്യം വിട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ ഇല്ലയോ, അതാ എനിക്കറിയേണ്ടത്. താല്പര്യമില്ലെങ്കില് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്റെ അച്ഛനെ പറ്റിച്ചു വാങ്ങിയ കാശുണ്ടല്ലോ, അത് മുതലും പലിശ അടക്കം ഇങ്ങി തന്നേക്ക്. എന്റെ ഇടപാട് തീർത്താ പിന്നെ ഞാനിങ്ങോട്ട് വരില്ല. അവളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കെട്ടിച്ചു കൊടുക്കുകയും ചെയ്യാലോ. ഇവിടുത്തെ അവസ്ഥയെല്ലാം ഗഗന് നേരിട്ട് ബോധ്യമുള്ള